ഇന്ന് നമ്മളെ ചെക്കന്മാരെ ബുഷു ഉണ്ട് കേട്ടോ. മെയിൻ പ്ലെയർ ഷോയിബ്. മുടിയൊക്കെ വെട്ടിയണ്ടില്ലേ എന്തൊക്കെ നടക്കും നിങ്ങള് ഇവിടെ കുറച്ചെണ്ണം വിൽക്കും. എന്റെ ഓപ്പോണന്റ് സീര കൈലാസമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കണ്ടത്. വിഷുവിന് വേണ്ടിട്ട് ഷോയിബ് പുതിയ ഹെയർ സ്റ്റൈലൊക്കെ കൊണ്ടുവന്നത്. ഇത് വിഷു ഇത് കല്യാണത്തിന് വേണ്ടിട്ട് എന്തായാലും പൊളിയായിട്ടുണ്ട്. ഒരു പ്ലെയറും കൂടി അല്ല 2 പ്ലെയറും കൂടി വരാണ്ട്, ഷാനിഫും പ്രജിനും. കോച്ചാണ് കേട്ടോ. കോച്ചിന്റെ തന്ത്രങ്ങൾ ആംബുലൻസ് വിളിച്ചാ പോരെ. അതെ ഗൈസ്, അടുത്ത പ്ലേയേഴ്സ് എത്തി. അപ്പൊ ആദ്യത്തെ മത്സരല്ലേ നിങ്ങളെ? അടി പൊട്ടിയിട്ട് ആരാ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്? ചെക്കന്മാർ ആദ്യത്തെ മത്സരം എന്താ എനിക്ക് പറയാനുള്ളത്? ആദ്യത്തെ മത്സരമാണ് ചെക്കന്മാര്. ആദ്യത്തെ മത്സരമാണെങ്കിലും നല്ല ഇമ്പ്രൂവ് ആയിട്ട് ചെക്കന്മാർക്ക് ചലഞ്ച് കൊടുക്കണോ? ചലഞ്ച് കൊടുക്കണോ? പറയുന്ന സാധനം കേട്ടോ, മേറിന്റെ ചലഞ്ച് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് പ്രാക്ടീസ് ഒക്കെ എത്ര ദിവസമായി? പ്രാക്ടീസ് നമ്മൾ 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ആൻഡ് മോർണിംഗ് നല്ല പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. ബാക്കി റിങ്ങിൽ കാണാം. അപ്പൊ അതിന്റെ ഇതൊന്ന് കാണാൻ പറ്റൂലേ? അപ്പൊ ഗൈസ്, മിനാജ് 20 ദിവസം വരെ പ്രാക്ടീസ് ചെയ്തെന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ന് ഇവരെ എന്താവുന്ന് പടച്ചോണിക്ക് അറിയും. ഷാനിഫേ, ആദ്യത്തെ മത്സരല്ലേ? ഇന്ന് എവിടൊക്കെ പൊട്ടുന്ന് പടച്ചോൻ അറിയാം. ഗഫൂർക്ക് നമ്മളെ വന്ന് തല്ലുവോ? ഇപ്പൊ ഇതാ മുഖമൊക്കെ ഒന്ന് കണ്ടുവെച്ചോളിട്ടല്ലോ. ലാസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ട് ഇതൊന്നും കാണാൻ കിട്ടൂല. അതൊക്കെ പുതിയ ഹെയർ സ്റ്റൈലുണ്ടോ? വിഷുവിനായിട്ട് ചെയ്തതാ. റാഫി കൊറേ മെനക്കെട്ട് കീ. അപ്പൊ ആദ്യത്തെ മത്സരല്ലേ? ആദ്യത്തെ മത്സരമാണ്. എങ്ങനെ നോക്കി കാണുന്നു ഈ മത്സരത്തെ? ഇങ്ങനത്തെ ഒരു വേദി തന്ന മിനാജിനോട് എന്റെ കുടുംബത്തിന്റെ തെക്കതല ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും പറ്റിയ ചെലവ് മൊത്തം ക്ലബിന്റെ വകയായിരിക്കുന്നത്. പരിസംഖ്യ ഇടാണ്ട് ക്ലബിന്റെ ചുമതല ഫുള്ള് എന്റെ തലയ്ക്ക് ഇടുക. എന്താന്നപ്പോ ഹെയർ സ്റ്റൈൽ ഉണ്ട് എല്ലാത്തിന്റെയും. അത് മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുത്തോ? കുത്തി പൊളിക്കും ഞാൻ. കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. ഫ്ലെക്സ് കിട്ടാന്ന് ആര്? തെക്കതല ക്ലബിനോട് ഞാൻ ഇടിക്കോ? ഇടിക്കും. ആ മര വെറുതെ വിടരുത്. ഉരുണ്ട് വീഴല്ലോ ഷോയിബേ. ഇത് തുടങ്ങുന്നതിന്റെ മുന്നേ വീണ് പരിക്ക് പറ്റല്ലേ? സെറ്റല്ലേ? മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം. ചിക്കന്മാരൊക്കെ പേടിച്ചൊരു ബൈക്കാണെന്നുണ്ട് തോന്നുന്നു. വെയിറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ധൈര്യമുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഈ 2 വര ഇട്ടിട്ടുണ്ട്, 2 വരയിൽ വരുന്ന എന്തുവാണ് നടക്കാം. നമുക്ക് മത്സരം തുടങ്ങാൻ നമുക്ക് കാണാം. കാല് ഇറക്കുണ്ടല്ലോ. സോണിയ പോന്നോട്ടെ. ഷാനിഫിന്റെ ഫോണുണ്ടാ? അജോ എന്നെ മുഖം എടുക്ക്. ഇപ്രാവശ്യം കുറച്ച് സീനാട്ടോ. മക്കളതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. മക്കളതാ അവിടെ. ഈ മക്കളെപ്പാ കളിക്കുന്നേ? ആളില്ലാണ്ട് ജയിക്കല്ല, ഓപ്പോണന്റ് ഉണ്ടായിട്ട് അടിച്ച് ജയിച്ചവർക്ക് തെക്കതല വക ബിരിയാണി ആയിട്ട് 100%. അപ്പൊ ഇജാസ് ബിരിയാണി വാങ്ങി കൊടുക്കുന്നതാണ് കേട്ടോ. വാങ്ങി തന്നിരിക്കും. ആക്കിക്കാ ഓപ്പോണന്റിനെ അടിച്ച് ജയിക്കാം, അല്ലാണ്ട് വെറുതെ ആളില്ലാണ്ട് മറ്റേ കാക്കോറ് എന്താ പ്രശ്നേ? പെന്നു വാങ്ങിക്കോടാ. എല്ലാം ചെയ്യണം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ്.
ഷാനിഫ് ചെക്കൻ്റെ അടുത്ത് എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട്. അതല്ലേ ഇപ്പൊ തള്ളല്ലേ മുടിയൊക്കെ ഒരു മുടി എങ്ങനെ ഉണ്ട്? ആ ചെക്കനെ എല്ലായിടും കൂടി എന്തൊക്കെയോ പറഞ്ഞ് ഓടിപ്പിച്ച് ആ ചെക്കൻ മതി ആർക്കും അവിടെ ഇരിക്കുകയും. ഇനി തെക്കതിലയിൽ സ്റ്റോറി വരണമെങ്കിൽ വരിസംഖ്യ അടിച്ചാലേ വരൂ കേട്ടോ. അണ്ണാ അണ്ണാ ഷോയ് ഈ അല്ല ഷാനിഫ കോളേജിൽ അടിണ്ടാക്കിയ പോലെ അല്ല കേട്ടോ. ഓപ്പണന്റ് കൈ കൊടുത്തപ്പോ പേടിച്ച് 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 ഒരു ജാപ്പ് ഒരു ക്രോസ് മതി. ഒരു ജാപ്പ് ഒരു ക്രോസ് എന്നാ പ്രജി പറയുന്നത്. ചെയ്യാൻ പറ്റിയ ഒന്ന് തരാം. ഓന്റെ മുഖത്ത് കാട്ടി തന്നാ മതി. ഒറ്റ പഞ്ച് ഒറ്റ പഞ്ച് ചെക്കന് പിരി കയറ്റിട്ട് ഇപ്പൊ ഫോക്കസ് അല്ല. ആ ഷോയിബേ ഷോയിബേ ഈ മൂഞ്ചി അത് നല്ല ടെൻഷൻ. ഒരുത്ത നമ്മുടെ എഡിറ്റിങ്ങിനാട്ടോ. തിന്നാ ഒരു വിചാരേ ഉള്ളൂ. ഷാനിഫ ചെക്കനെ വെറുതെ പറ എന്തിനാ ഈ കൊറേ നേരമല്ലോ. യെസ് യെസ് എന്ത് മാതിരി ഓനെ ഫിനിഷ് ചെയ്തോ? വേണ്ട നമുക്ക് എന്തായാലും പരിസംഖ്യ ഒന്നും തരുന്നില്ല. ഫിനിഷ് ചെയ്തോ? ഇപ്പോഴും തുടങ്ങിയിട്ടില്ല കേട്ടോ. രജിസ്റ്റർ ചെയ്തോ? ഇനി ഇടിയുടെ വെടിയുടെ പൂരം. ഷോയിബേ എന്തെങ്കിലും തുടങ്ങൂടാ. മെയിൻ പ്ലെയർ എന്താ കളി കഴിഞ്ഞോ? ഇല്ല, കളി തുടങ്ങാൻ ഓപ്പണന്റ് അവിടെ എവിടെയുണ്ട് കുട്ടിപ്പ. എപ്പ തുടങ്ങടാ? എപ്പോഴാ അറിയില്ല. അത് എന്റെ ഒപ്പം മത്സരിക്കുന്ന കണ്ടെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, സത്യസന്ധമായിട്ട് വേണം. എനിക്ക് വെണ്ടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? വെണ്ടയിൽ പശു നോക്കിയ പോലെ നമ്മളങ്ങനെയല്ലേ. ഇവനെ ഇവനങ്ങനെ ചൈനക്കാരന്മാരുണ്ടോ? ഞാൻ കുറച്ച് പെൺകുട്ടികളെ കണ്ടപ്പോ അതാ ചെക്കനക്ക് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ഇത് തുടങ്ങാനായി. എത്ര രാവിലെ വന്നിരുന്നതാ. ഇതൊക്കെ ചെക്കന്മാരൊക്കെ സൈഡായി. ഇജാസൊക്കെ പൊലച്ചക്ക് കണ്ടോ? മെഹറൊക്കെ ചുണ്ടയിൽ നിന്ന് കാവു സഫാൻ ചെക്കന്മാരൊക്കെ എത്രയോ ഉറക്കം ഉറങ്ങി കഴിഞ്ഞ് തുടങ്ങിയില്ലേ?
അപ്പോൾ ഗായ്സ് മത്സരം തുടങ്ങാനായി. അപ്പോൾ നമുക്ക് കാണാം.